ഹായ്. പാസ്റ്റ് ആക്ഷൻസ്, കഴിഞ്ഞുപോയ ആക്ഷൻസ്. ഇത് രണ്ട് വ്യത്യസ്ത രീതിയിൽ എങ്ങനെ പറയാം എന്നാണ് നമ്മൾ ഇന്നത്തെ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. പാസ്റ്റ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലങ്ങൾ പോലെ പതിവായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? യൂസ്ഡ് ടു ഉപയോഗിച്ച് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ വുഡ് ഉപയോഗിച്ച് എങ്ങനെ പറയാം എന്നാണ് ഇന്നത്തെ ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെസണിലേക്ക് കടക്കാം. ഒരു എക്സാമ്പിൾ പറയാം. വെൻ ഐ വാസ് എ സ്കൂൾ ഗേൾ, ഐ യൂസ് ടു ഗോ ടു സ്കൂൾ ബൈ ബസ്. ഐ യൂസ് ടു ഗോ ടു സ്കൂൾ ബൈ ബസ്. ഞാൻ ഒരു സ്കൂൾ കുട്ടിയായിരുന്നപ്പോൾ ബസ്സിനാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് പതിവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പണ്ട്, ഇപ്പോഴല്ല. അവിടെ യൂസ്ഡ് ടു ഉപയോഗിച്ചു. ഇനി ആ സെൻറ്റൻസ് തന്നെ നമുക്ക് വുഡ് ഉപയോഗിച്ചൊന്ന് പറയാം. വെൻ ഐ വാസ് എ സ്കൂൾ ഗേൾ, ഐ വുഡ് ഗോ ടു സ്കൂൾ ബൈ ബസ്. അവിടെ സെയിം മീനിങ് തന്നെയാണ്. ഒരു സെൻറ്റൻസിൽ യൂസ് ടു ഉപയോഗിച്ചു, ഒരു സെൻറ്റൻസിൽ വുഡ് ഉപയോഗിച്ചു. അത്രയേ വ്യത്യാസമുള്ളൂ. മീനിങ്ങിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു ശീലം പോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. സ്കൂളിൽ പോവുക എന്നതും ബസ്സിന് പോവുക എന്നതും ഒക്കെ ശീലങ്ങളാണ്, അല്ലേ? അപ്പോൾ ഐ യൂസ് ടു ഗോ ടു സ്കൂൾ ബൈ ബസ് എന്ന് പറയുമ്പോഴും ഐ വുഡ് ഗോ ടു സ്കൂൾ ബൈ ബസ് എന്ന് പറഞ്ഞാലും മീനിങ് ഒന്ന് തന്നെയാണ്. രണ്ട് സെൻറ്റൻസും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് ആക്ഷൻസ് പറയുന്നതിന് പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ശീലം പോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ഇപ്പോഴല്ല പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. അതുപോലെ വുഡ് യൂസ് ചെയ്യാം. പണ്ട് ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. യൂസ് ടു പ്ലേ ക്രിക്കറ്റ്. അതുപോലെ തന്നെ ഐ വുഡ് പ്ലേ ക്രിക്കറ്റ് എന്നും പറയാം. കളിക്കാറുണ്ടായിരുന്നു, ഓടാറുണ്ടായിരുന്നു, പാടാറുണ്ടായിരുന്നു, ഇതൊക്കെ ആക്ഷൻസ് ആണ്, പാസ്റ്റ് ആക്ഷൻസ് ആണ്. അതൊക്കെ നമുക്ക് ഈ യൂസ് ടു ഉപയോഗിച്ചും വുഡ് ഉപയോഗിച്ചും പറയാം. ഇനി സ്റ്റേറ്റ് ഓഫ് ബീയിങ്. എന്താണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്? അതൊരവസ്ഥയാണ്. ഞാൻ പണ്ട് ഒരു ടീച്ചറായിരുന്നു, ഞാൻ പണ്ട് ഒരു വക്കീലായിരുന്നു, ഞാൻ പണ്ട് ഒരു ഡാൻസറായിരുന്നു എന്നൊക്കെ പറയില്ലേ? അതായത് അതൊരു ആക്ഷൻ അല്ല, പക്ഷേ അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതൊരു അവസ്ഥയാണ്. ഞാനൊരു ടീച്ചറായിരുന്നു എന്ന് പറയുമ്പോൾ ഐ യൂസ് ടു ബി എ ടീച്ചർ എന്നാണ് പറയുക. അതുപോലെ ഞാനൊരു ലോയർ ആയിരുന്നു പണ്ട്. ഐ യൂസ് ടു ബി എ ലോയർ. ഞാനൊരു ഡാൻസർ ആയിരുന്നു. ഐ യൂസ് ടു ബി എ ഡാൻസർ. ഇങ്ങനെയൊക്കെയാണ്. അതൊരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതൊരു അവസ്ഥയാണ്, അതൊരു ആക്ഷൻ അല്ല. അങ്ങനെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പറയുമ്പോൾ നമുക്ക് യൂസ് ടു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അവിടെ വുഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഐ വുഡ് ബി എ ടീച്ചർ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഐ യൂസ് ടു ബി എ ലോയർ, ഐ വുഡ് ബി എ ലോയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് റോങ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് പറയുമ്പോൾ യൂസ് ടു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി പൊസഷൻസ്, നമുക്ക് സ്വന്തമായുള്ളത് എന്ന് പറയില്ലേ? ഐ യൂസ് ടു ഹാവ് എ സൈക്കിൾ. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുൻപ് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. അവിടെ യൂസ്ഡ് ടു ഹാവ് എ സൈക്കിൾ, അതൊരു പൊസഷനാണ് കാണിക്കുന്നത്. ഐ യൂസ് ടു ഹാവ് എ സൈക്കിൾ എന്ന് പറയുന്നതിന് പകരം ഐ വുഡ് ഹാവ് എ സൈക്കിൾ എന്ന് പറയാൻ പാടില്ല. അത് റോങ് സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെയും വുഡ് യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ടു തന്നെ ഉപയോഗിക്കണം. ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ. എനിക്ക് പണ്ട് വലിയ ലോങ് ആയിട്ടുള്ള ഹെയർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴില്ല. അപ്പോൾ ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ എന്ന് പറയേണ്ടത്. അല്ലാതെ ഐ വുഡ് ഹാവ് ലോങ് ഹെയർ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. നെക്സ്റ്റ് വൺ, പെർമനൻറ്റ് ആക്ഷൻ. ഐ യൂസ് ടു ലിവ് ഇൻ ദുബായ് 10 years ago. 10 കൊല്ലത്തിന് മുൻപ് ഉള്ള കാര്യമാണ്. പാസ്റ്റ് ആക്ഷൻ തന്നെയാണ്, പക്ഷേ അതൊരു ഹാബിറ്റ് അല്ല. ലിവ് എന്നുള്ളത് ഓടുക, ചാടുക എന്നൊക്കെ പറയുന്നത് പോലെ ആക്ഷൻ അല്ല. അതൊരു പാസ്റ്റ് ആക്ഷൻ അല്ല, അതൊരു പെർമനൻറ്റ് ആക്ഷനാണ്. അപ്പോൾ ലിവ് എന്ന് പറയുന്നത് നമുക്ക് ഐ യൂസ് ടു ലിവ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഐ വുഡ് ലിവ് ഇൻ ദുബായ് 10 years ago എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. അത്തരം സെൻറ്റൻസിൽ പെർമനൻറ്റ് ആക്ഷൻ പറയുമ്പോൾ
യൂസ് ടു തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഐ യൂസ് ടു ലൈക്ക് ഐസ്ക്രീം ആസ് എ കിഡ്. വെൻ ഐ വാസ് എ കിഡ് ഐ യൂസ് ടു ലൈക്ക് ഐസ്ക്രീം എന്നാണ് അതിനർത്ഥം. കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമായിരുന്നു, അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. അവിടെ ഐ യൂസ് ടു ലൈക്ക്, ലൈക്ക് എന്നുള്ള വേർബാണ് അവിടെ, അത് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. അപ്പോൾ അവിടെയും യൂസ് ടു ലൈക്ക് എന്നാണ് പറയേണ്ടത്, ഐ വുഡ് ലൈക്ക് എന്നല്ല പറയേണ്ടത്. ലൈക്ക് എന്നത് ഒരു ആക്ഷൻ വേർബ് അല്ല, അതൊരു സ്റ്റേറ്റീവ് വേർബ് ആണ്. അത്തരത്തിലുള്ള സ്റ്റേറ്റീവ് വേർബ്സ് വേറെയും ഉണ്ട്. സ്റ്റേറ്റീവ് വേർബ്സ് ഉപയോഗിക്കുമ്പോൾ യൂസ് ടു തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ, വുഡ് ഉപയോഗിക്കാൻ പാടില്ല. അത് സ്റ്റേറ്റീവ് വേർബ്സ് ലവ്, ഹേറ്റ് വെറുക്കുക, എപ്പിയർ, ബിലോങ് ബിലീവ് വിശ്വസിക്കുക, ഓൺ ഓൺ മീൻസ് നമ്മൾ സ്വന്തമാക്കുക, റിമെമ്പർ ഓർക്കുക, ഫർഗെറ്റ് മറക്കുക, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, നീഡ് ആവശ്യമായി വരിക, വിഷ് ആഗ്രഹിക്കുക, വാണ്ട് നോ അറിയുക. ഇതെല്ലാം സ്റ്റേറ്റീവ് വേർബ്സിന് എക്സാമ്പിളാണ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റീവ് വേർബ്സ് ഉപയോഗിക്കുമ്പോൾ യൂസ് ടു മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഐ യൂസ് ടു നോ എ ലോട്ട് ഓഫ് സോങ്സ്. എനിക്ക് ഒരുപാട് സോങ്സ് അറിയാമായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ യൂസ് ടു ആണ് അവിടെ ഉപയോഗിച്ചത്. അത് നോ എന്നത് ഒരു സ്റ്റേറ്റീവ് വേർബ് ആണ്. ഷീ യൂസ് ടു ഓൺ എ ബിഗ് ഹൗസ്. അവൾക്ക് വലിയ ഒരു ഹൗസ് ഉണ്ടായിരുന്നു. ഓൺ ചെയ്യുക മീൻസ് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അവിടെയും ഓൺ എന്നതൊരു സ്റ്റേറ്റീവ് വേർബ് ആണ്. നമുക്കവിടെ യൂസ് ടു തന്നെ പാടുള്ളൂ, വുഡ് ഉപയോഗിക്കാൻ പാടില്ല. ഇനി ടെമ്പററി സ്റ്റേറ്റ്സ്, തൽക്കാലത്തേക്ക് ഉള്ള ചില സ്റ്റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് അവിടെ ചിലപ്പോഴൊക്കെ ലോൺലിനെസ് ഏകാന്തത തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ എന്നത് ഒരു ഫ്രീക്വൻസി ആഡ്വേർബാണ്. സംടൈംസ്, ഓൾവേസ്, യൂഷ്വലി, ഓഫൺ എന്നൊക്കെ പറഞ്ഞാൽ അത് ഫ്രീക്വൻസി ആഡ്വേർബ്സ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വുഡ് യൂസ് ചെയ്യാം, സ്റ്റേറ്റീവ് വേർബ്സ് ആണെങ്കിലും. എക്സാമ്പിൾ, ഐ സംടൈംസ് ഫീൽ ലോൺലി ഇൻ ദാറ്റ് പ്ലേസ്. ആ സ്ഥലത്ത് എനിക്ക് ചിലപ്പോഴൊക്കെ ലോൺലിനെസ് ഏകാന്തത തോന്നാറുണ്ട്. ഇവിടെ സംടൈംസ് എന്ന ഒരു ഫ്രീക്വൻസി ആഡ്വേർബ് ഉപയോഗിച്ചു. സംടൈംസ് അതുപോലെ വേറെ ഏതെങ്കിലും ഫ്രീക്വൻസി ആഡ്വേർബ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വുഡ് യൂസ് ചെയ്യാം. ഷീ വുഡ് ഓഫൺ ഫോർഗെറ്റ് ഹെർ സ്റ്റുഡൻസ് നെയിംസ്. അവിടെ വുഡ് നമുക്ക് യൂസ് ചെയ്യാം. ചില സെൻറ്റൻസിലൊക്കെ പാസ്റ്റ് ആക്ഷൻസ് പറയുമ്പോൾ നമുക്ക് വുഡ് അതുപോലെ തന്നെ യൂസ് ടു ഉപയോഗിക്കാം. പക്ഷേ വുഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടിയ ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് കൂടുതൽ കിട്ടുന്നതിന് വുഡ് യൂസ് ചെയ്യാറുണ്ട് സാധാരണ. പക്ഷേ രണ്ടും കറക്റ്റ് തന്നെയാണ്. പിന്നെ യൂസ് ടു ആണെങ്കിലും വുഡ് ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് ഒരു വ്യത്യാസവും വരുത്തേണ്ട കാര്യമില്ല. സബ്ജക്റ്റ് സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒരു വ്യത്യാസവുമില്ല. ഐ യൂസ് ടു, വി യൂസ് ടു, യു യൂസ് ടു, ഷീ യൂസ് ടു, ഹീ യൂസ് ടു അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് വുഡ്. ഷീ വുഡ്, ഹീ വുഡ്, ഐ വുഡ്, യു വുഡ് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഐ യൂസ്ഡ് ടു ഗോ എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അതിൻ്റെ ഒരു നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ എന്നാണ്. ഇത് ഡിഡ് നോട്ട് യൂസ് എന്നാക്കി. അവിടെ യൂസ്ഡ് എന്ന ഒരു ഡി ലെറ്ററിൻ്റെ ആവശ്യമില്ല. ഐ ഡിഡിൻറ്റ് യൂസ് ടു ഗോ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഐ വുഡ് ഗോ എന്നത് അതിൻ്റെ നെഗറ്റീവ് ഫോം എന്ന് പറയുന്നത് ഐ വുഡിൻറ്റ് ഗോ. വുഡിൻറ്റ് മീൻസ് വുഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം. ഇന്നത്തെ ഈ ലെസണിൽ യൂസ് ടു എവിടെയൊക്കെ ഉപയോഗിക്കാം, വുഡ് എവിടെ ഉപയോഗിക്കാം എന്ന് മനസ്സിലായില്ലേ?